ഹായ് ഫ്രണ്ട്സ്, നോമ്പ് കാലത്ത് നമ്മളൊക്കെ ചെയ്യുന്ന കുറേ അബദ്ധങ്ങളുണ്ട്. അത്തരത്തിൽ പെട്ടിട്ടുള്ള 10 അബദ്ധങ്ങൾ പറഞ്ഞു തരാം. ആരോഗ്യകരമായിട്ടുള്ള ആ അബദ്ധങ്ങൾ നിങ്ങളെ രോഗിയാക്കും. നോമ്പെന്ന് പറഞ്ഞാൽ പടച്ച തമ്പുരാൻ നമുക്ക് ഇറക്കി തന്നിട്ടുള്ളത് മനസ്സിനെയും ശരീരത്തെയും ചൈതന്യപൂർണ്ണമാക്കാൻ കൂടിയാണ്. അത്തരത്തിൽ ശരീരത്തെ ചൈതന്യപൂർണ്ണമാക്കുന്നതിന് പകരം രോഗിയാക്കുന്ന നമ്മളുടെ ചില തെറ്റായ കാര്യങ്ങളുണ്ട്. നോമ്പെടുക്കുമ്പോൾ നിർബന്ധമായും അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ആ വിഷയമാണ് ചർച്ചയിൽ വെച്ചിട്ടുള്ളത്. നമ്മുടെ നോമ്പ് കഴിയുമ്പോൾ പലപ്പോഴും ശരിയായ അർത്ഥത്തിൽ നോമ്പെടുത്ത ആളുകളുടെ പലരുടെയും BP കുറയുന്നതായിട്ട്, വെയിറ്റ് കുറയുന്നതായിട്ട്, കൊളസ്ട്രോൾ കുറയുന്നതായിട്ട്, സ്ഥിരമായിട്ടുള്ള അലർജി അടക്കമുള്ള രോഗങ്ങൾ കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങളടുത്ത് കുറേ പേര് കുട്ടികളില്ലാത്ത ചികിത്സക്ക് വരുന്നതാണ്. ഞാൻ കഴിഞ്ഞൊരു 10 വർഷത്തെ അനുഭവം എടുത്ത് നോക്കുമ്പോൾ ആ ഒരു റെക്കോർഡ് കൃത്യമായിട്ട് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കുട്ടികളായി എന്ന് പറഞ്ഞു വന്നിട്ടുള്ളത് നോമ്പിൻ്റെ പിറ്റേ മാസം, പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള മാസം, അതല്ലെങ്കിൽ വലിയ പെരുന്നാളിന് മുമ്പായിട്ടുള്ള മാസമാണ്. എനിക്കതിൽ നിന്ന് മനസ്സിലായത് നോമ്പ് കുറേ മനസ്സിൻ്റെ സ്ട്രെസ്സൊക്കെ കുറച്ച് ആരോഗ്യകരമായിട്ട് ഭക്ഷണമൊക്കെ കുറേ നിയന്ത്രിച്ച് വരുമ്പോൾ ഈ പ്രശ്നങ്ങൾ തീർന്ന് കുട്ടിയാവുന്നത്, പെട്ടെന്ന് കുട്ടിയാവാൻ ഈ മരുന്നുകൾ ഏൽക്കാനൊക്കെ സഹായകരാവുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ രോഗിയാവുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെന്ന് നമുക്കിന്ന് ചർച്ച ചെയ്യാം. ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. നോമ്പുകാരന് രോഗം വരാനുള്ള ഏറ്റവും വലിയ കാരണം നമ്മൾ പടച്ചോനെ പറ്റിക്കുകയാണ്. നോമ്പ് എന്ന് പറഞ്ഞിട്ട് വാരി വലിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യും. അങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് കൊഴുപ്പടിയും, തടി കൂടും. അല്ലെങ്കിലോ ശരീരത്തിൽ പകൽ സമയം ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ കൊഴുപ്പ് കുറഞ്ഞ് ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പ് കുറഞ്ഞിട്ട് തടി കുറഞ്ഞ് മുട്ടുവേദന, PCOD, പൈൽസ്, കൊളസ്ട്രോള്, BP ഇങ്ങനത്തെയൊക്കെ രോഗങ്ങൾ കുറയാൻ സഹായിക്കും. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ കൊഴുപ്പ് പകൽ സമയം നമ്മൾ കഴിക്കാത്തതും കൂടെ രാത്രി കഴിക്കും. അപ്പോൾ കൂടുതൽ കൊഴുപ്പാവും. വ്യായാമം ചെയ്യൂല, ഉറങ്ങൂല, വെള്ളം കുടിക്കൂല, കണ്ണി കണ്ട ഭക്ഷണങ്ങൾ കഴിക്കും. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ശീലങ്ങൾ, തെറ്റായ ശീലങ്ങൾ നിങ്ങളെ ശ്രദ്ധയ്ക്കപ്പെടുത്തുകയാണ്. ഒന്നാമത്തത് അത്താഴം ഒഴിവാക്കുന്ന ശീലം ഒഴിവാക്കണം. 2, അത്താഴം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുന്ന ശീലം ഒഴിവാക്കണം. 3, രാത്രി വൈകി ഉറങ്ങി അങ്ങാടി കൂടെ കളിച്ച് നടക്കുന്ന ശീലം ഒഴിവാക്കണം. 4, സോഡ, കളർ ഭക്ഷണങ്ങൾ, ഫുൾ ജാർ സോഡ ഇത്തരം സാധനങ്ങൾ ഒഴിവാക്കണം. 5, ഉപ്പിലിട്ട എണ്ണമെഴുക്കുള്ള സാധനങ്ങൾ, ഉപ്പിലിട്ടിട്ടുള്ള സുർക്കിയിലിട്ട് വെച്ചിട്ടുള്ള നമ്മളുടെ മാങ്ങ ഉപ്പിലിട്ടത്, 420 അച്ചാർ ഇത്തരം സാധനങ്ങൾ ഒഴിവാക്കണം. 6, അത്താഴത്തിന് തലേ ദിവസമുള്ള ഭക്ഷണങ്ങൾ ചൂടാക്കിയിട്ട് കരിച്ചതും പൊരിച്ചതും പിന്നെയും ചൂടാക്കി കഴിക്കുന്ന രീതി ഒഴിവാക്കണം. 7, വെള്ളം കൂടി കുറയുന്ന ശീലമുണ്ട്. പലരും പകരം സോഡ ഉപയോഗിക്കും, കളർ വെള്ളങ്ങൾ ഉപയോഗിക്കും, കൂൾ ഡ്രിങ്ക്സ് ഉപയോഗിക്കും, അത് ഒഴിവാക്കണം. 8, നോമ്പ് തുറക്കുന്ന സമയത്ത് അസിഡിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കും. നാരങ്ങ വെള്ളം നല്ല മധുരട്ട്, നല്ല നാരങ്ങ പീച്ച്, നല്ല പുളിയായിട്ടുള്ളത് ഉണ്ടാക്കും. അത് അസിഡിക് ആയിട്ട് നിൽക്കുന്ന നോമ്പ് നോറ്റ ശരീരക്കാരൻ്റെ ശരീരത്തേക്ക് വീണ്ടും അസിഡിറ്റി കൊടുക്കുന്ന പ്രശ്നമാക്കുന്ന. അപ്പോൾ അത് പരമാവധി ഒഴിവാക്കുക. 9, അൽഫാം, ബ്രോസ്റ്റ്, മന്തി, പിന്നെന്തൊക്കെയുള്ളത്, ഇങ്ങനത്തെ കരിച്ചത് പൊരിച്ചതൊക്കെ പരമാവധി ഒഴിവാക്കുക. പ്രത്യേകിച്ച് എണ്ണ പലഹാരങ്ങളുടെ ഒരു വിഭവങ്ങൾ തന്നെയാണ് നോമ്പിൻ്റെ സമയത്ത് ഉണ്ടാവുക. ഇതൊക്കെ എണ്ണ ഉപയോഗിച്ച എണ്ണ പിന്നെയും ഉണ്ടാവുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളുടെ വീട്ടിൽ 10 അല്ലെങ്കിൽ 50 സമൂസ ഉണ്ടാക്കണമെങ്കിൽ എത്ര രൂപ ചിലവാണ്? പീടിയിൽ നിന്ന് വാങ്ങി എത്ര ചിലവ് വരുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? എണ്ണ ഉപയോഗിച്ചത് തന്നെ പിന്നെ ഉപയോഗിക്കുകയാണ്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നന്നായിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു പലഹാരമൊക്കെ പൂതി ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കഴിക്കുക. അല്ലാതെ ഇത്തരത്തിൽ വാങ്ങിയിട്ട് വാരി വലിച്ച് കഴിക്കുന്ന രീതി ഒഴിവാക്കുക. പിന്നെ രാത്രി നമ്മൾ എന്ത് ചെയ്യും? കുറേ ഭക്ഷണം കഴിച്ചിട്ട് വൈകി കിടക്കും. പിന്നെ അത്താഴം ഒഴിവാക്കും, അല്ലെങ്കിൽ അത്താഴം കഴിച്ചിട്ട് പിന്നെയും കിടക്കും. അതല്ലെങ്കിൽ രാത്രി ഒറ്റ കഴിക്കൽ കഴിച്ചിട്ട് പിന്നെ അത്താഴം ഇല്ലാതെ നോമ്പ് നോൽക്കും. ഈ രീതികളൊക്കെ ഒഴിവാക്കുക. രാത്രി കിടക്കുന്നതിൻ്റെ മുൻപ് കഞ്ഞി കൂടുതൽ ഉപയോഗിക്കുന്ന രീതികളും ഒഴിവാക്കുക. നല്ലോണം വെള്ളം കുടിക്കുക. ഇനി നിങ്ങൾ രാവിലെ അത്താഴത്തിന് എണീറ്റ ഉടനെ നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. കൂടുതൽ ഉപ്പുള്ള ഭക്ഷണങ്ങൾ, അങ്ങനത്തെ സാധനങ്ങൾ ഇട്ടാൽ നമ്മളുടെ ശരീരത്തിൽ ജലാംശം കുറയാൻ കാരണമാകും. അപ്പോൾ അതും ശ്രദ്ധിക്കുക. ഇതെല്ലാം ഒഴിവാക്കിയിട്ട് നല്ല രൂപത്തിൽ പഴങ്ങൾ ഉപയോഗിച്ച്, പച്ചക്കറി ഉപയോഗിച്ച്, സലാഡ് ഉപയോഗിച്ച്, തൈര് ഉപയോഗിച്ച്, അതുപോലെ തന്നെ തവിട് അടങ്ങിയിട്ടുള്ള ഗോതമ്പ് പോലെ വെള്ളമൊക്കെ ഉപയോഗിച്ച് നമ്മൾ നോമ്പ് നോൽക്കുകയാണെങ്കിൽ നമ്മളുടെ കൊഴുപ്പൊക്കെ പോയി, മനസ്സും ശരീരമൊക്കെ ശുദ്ധിയായി, നന്നായിട്ട് റിജുവനേറ്റ് ചെയ്ത് കുറേ വേസ്റ്റുകളൊക്കെ പോയി ആരോഗ്യത്തോടാവാൻ പറ്റും. ഇല്ലെങ്കിൽ സംഭവിക്കുക, ഈ എണ്ണക്കൊഴുപ്പുകൾ കൂടിയിട്ട് കൊളസ്ട്രോൾ ഉണ്ടാക്കും, കൊഴുപ്പുണ്ടാക്കും, തടി കൂട്ടും. ഈ പഞ്ചസാരകൾ കൂടിയിട്ട് പ്രമേഹം പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കും. ഈ സാധനങ്ങളൊക്കെ അടിഞ്ഞിട്ട് വയറിന് അസിഡിറ്റി ഉണ്ടാക്കും, മലം ഉറച്ചു പോവും, ഉറക്കം ശരിയാവാതെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവും, BP കൂടും, ഇങ്ങനത്തെ രോഗങ്ങളായി മാറും.
അപ്പോൾ ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ 10 നിയന്ത്രണങ്ങൾ ശ്രദ്ധിക്കുക. ആരോഗ്യപൂർണ്ണമാവട്ടെ നിങ്ങളുടെ ഓരോ നോമ്പും, രോഗമില്ലാതെ ആവാനാവട്ടെ ഈ നോമ്പ്. പരമാവധി ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുക. സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്.